ആഴ്ചയിലെ കാഴ്ചകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിങ്കര CI അനിൽകുമാറിന് നേരെ ഗുണ്ട ആക്രമണം. നെയ്യാറ്റിങ്കര പുന്നക്കാടാണ് സംഭവം. തിരുവനന്തപുരത്തെ പ്രസിദ്ധ ഗുണ്ട ജംബുലിംഗം സുരേഷും സംഘാംഗങ്ങളും ആക്രമണത്തിനൊരുങ്ങി പുന്നക്കാടെത്തുന്നു എന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിങ്കര CI അനിൽകുമാറും 15 പേരടങ്ങുന്ന പോലീസ് സംഘവും പെരുമ്പഴുതൂരിലെ പുന്നക്കാടിലെത്തിയത്. ഗുണ്ടകൾ നാട്ടുകാരെ ആക്രമിക്കുന്നത് കണ്ട് ഇടപെട്ട പോലീസിനു നേരെയും ഗുണ്ടാ നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. 3 കിലോമീറ്ററോളം ഗുണ്ടകളെ പിന്തുടർന്ന CI അനിൽകുമാറിനെ ഗുണ്ടാ നേതാവ് തിരിച്ചുവെട്ടി. പുന്നക്കാട് ഈ ജംബുലിംഗം സുരേഷ് എന്ന് പറയുന്നൊരു നോൺ ഗുണ്ട, അയാളിപ്പോൾ ഈ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമാകും. അതിനുശേഷം അടിക്കടി അവിടെ നിരന്തരമായി നാട്ടുകാരെ ഉപദ്രവിക്കുകയും മറ്റ് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അയാളെ പിടിക്കുന്നതിന് നിരവധി തവണ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അയാൾ വഴുതി പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ഒരു 7:30 മണിയോടുകൂടി ഇയാളവിടെ ഒരാളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അയാളും സംഘവുമായിട്ട് വരുന്നുണ്ടെന്നുള്ള ഒരു അറിവ് കിട്ടുകയും ഞാനും SIയും ഏതാണ്ട് 10-15ഓളം പോലീസുകാരുമായി ആ പ്രദേശത്തെത്തുകയും ഇവരെ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളവരെ പിടിക്കാൻ ശ്രമിക്കുകയും പോലീസിനെ കണ്ടവർ ഓടി അവരുടെ പുറകെ ഞങ്ങളെ പിന്തുടർന്നവരെ പിടിക്കാൻ ശ്രമിക്കുന്നവരെ 2 പേരെ പിടിച്ചു. 3ാമത്തെ ആളെ പിടിക്കുമ്പോഴാണ് ഈ ജംബുലിംഗം സുരേഷ് അവനെ വെട്ടിയിടണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ വാൾ വെച്ച് വെട്ടുകയും. നേരത്തെയുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പോയതാണ്. അതെ, ഇവരിങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത്. അല്ല, ഈ ജംബുലിംഗത്തിനെ പിടിക്കാൻ ഇത് മുമ്പ് പിടിച്ചത് ജില്ല മൊത്തം മൊബിലൈസ് ചെയ്ത് പോലീസിനെ കൊണ്ടുവന്ന് വളരെ പ്ലാൻഡായിട്ടാണ് ഒരു പ്രാവശ്യം ഇയാളെ പിടിച്ചത്. ഇയാളുടെ ഒരു പ്രത്യേക ഒരു ഒളിപ്പോർ സ്റ്റൈലാണ്. അയാളുടെ ആ ഏരിയ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, റെയിൽവേ ട്രാക്കും പാലവും കുളവും ഒക്കെയുള്ള ഏരിയ ആയതുകൊണ്ട് അയാൾക്ക് ഏരിയ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാളെ പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അന്ന് വളരെ പാടുപെട്ട് അയാളുടെ വിശ്വസ്തരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയാണ് ഒരു 1.5 വർഷം മുമ്പ് അന്ന് DYSP ആയിരുന്ന ഗോകുമാർ സാറും ടീമും അയാളെ പിടിച്ചിരുന്നു. കൂടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടായിരുന്നു? ഉണ്ട്, അയാളെ പിടിക്കാനുള്ള ഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഏരിയയുമായിട്ടുള്ള നമ്മുടെ ഒരു പരിചയക്കുറവാണ് പിന്നെ അവർക്ക് തിരിച്ചാക്രമിക്കാൻ അവസരം. കാരണം റെയിൽവേ ട്രാക്ക് വഴി നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഓടിയതിനു ശേഷമാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ തിരിഞ്ഞത്. ഗുണ്ടാ സംഘത്തിലെ 7ഓളം പേരെ നെയ്യാറ്റിങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിങ്കര നഗരസഭാ ചെയർമാൻ SS ജയകുമാറും നിരവധി നേതാക്കളും